ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ പശുവിനെ ഒന്ന് കാണാം. ഞാൻ പശുവിനെ മാറ്റി കെട്ടാൻ പോവാണേ. നമുക്കൊന്ന് പോയി നോക്കാം. അവൾ എന്നെ എടുക്കുക. അവൾ പുല്ല് തിന്നാനായിട്ട് ഞാനിവിടെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അവൾ എന്നെ എടുക്കുകയെന്നൊക്കെ. ഇവിടെ ഭയങ്കര മഴക്കാരാട്ടോ. 2 ദിവസമായിട്ട് നല്ല വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ തുണിയെല്ലാം എടുത്ത് മുറ്റത്തൂടെ നിരത്തിയിട്ടുണ്ട്. പിന്നെ കുറേ ഷീറ്റ് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. പറമ്പിലേക്ക് പോകാം. നമ്മൾ വെള്ളം ഇട്ടേച്ചാട്ടോ വന്നേ. നമ്മൾ തൊഴുത്തിലുള്ള ഒരു ടാങ്ക് ഉണ്ട്, അതിനകത്തേക്ക് വെള്ളം ഇട്ടേച്ചാ വന്നത്. അതിപ്പം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി പോവുക. ഞാൻ അതൊന്ന് നിർത്താൻ മറന്നതല്ല കേട്ടോ, അതൊന്ന് നിറയട്ടെ എന്ന് ഓർത്തിട്ടേച്ച് പോകുന്നതാണ്. കുറേ വെള്ളം പോയല്ലോ, കണ്ടില്ലേ? നമുക്കത് നിർത്താം. കണ്ടില്ലേ, ടാങ്കെല്ലാം നിറഞ്ഞ് വെള്ളം കുറേ പോയി. നോക്കി നിന്നാൽ നിറയത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഇട്ടേച്ചങ്ങ് പോയത്. തൊഴുത്തെല്ലാം അടിച്ച് കഴുകിയിട്ടേച്ചങ്ങ് പോയതേ ഉള്ളായിരുന്നു. എന്നാൽ പിന്നെ ടാങ്കും കൂടെ നിറഞ്ഞ് കിടക്കട്ടെ എന്ന് ഓർത്താൽ വെള്ളം ഞാനത് അങ്ങോട്ട് ഇട്ടടിച്ച് പോയി. ഇന്ന് കുറച്ച് മാറിയാ കേട്ടോ പശുവിനെ കൊണ്ട് കെട്ടിയേക്കുന്നേ. പറമ്പ് മുഴുവനും പള്ളയായി. എന്നാ കാര്യം എന്നറിയോ? ഇപ്പം നമ്മുടെ റബ്ബറിനെല്ലാം ഇതുപോലെ ഷെയ്ഡ് ഇട്ടേക്കും. അതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ടൊന്നും കയറ്റി കെട്ടാൻ പറ്റത്തില്ല. കെട്ടിക്കഴിഞ്ഞാൽ ഷെയ്ഡെല്ലാം കളയും. കൊമ്പിനൊരച്ചും ഇടിച്ചും ഒക്കെ കളയും. അതുകൊണ്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് കെട്ടാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാട് പിടിച്ചത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം നല്ല മുറ്റം പോലെ കിടന്നുകൊണ്ടിരുന്ന. ഷെയ്ഡ് ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ വെട്ടണമെങ്കിൽ ഷെയ്ഡ് ഇട്ടേ പറ്റത്തുള്ളൂ. ഇത് കണ്ടോ, നമ്മുടെ പറമ്പിലൊക്കെ ഇവിടങ്ങളിൽ ഒരു തരം പൂപ്പള്ള ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ പേരെന്നാന്നൊന്നും അറിയത്തില്ല. കുറേ കാലങ്ങളായിട്ട് ഇതെല്ലാം നമ്മുടെ ഈ പറമ്പുകൾ വഴിയുണ്ട്. ഇത് പണ്ടൊന്നും നമുക്കിങ്ങനെ കാണാനായിട്ടില്ലാത്ത ഒരു ചെടിയായിരുന്നു. ഇപ്പം നമ്മുടെ പറമ്പുകളിലെല്ലാം ഒരുപാടായിട്ട് ഇങ്ങനെ കളയായിട്ടുണ്ടാകുന്നത്. എന്നാലും ഇത് പശു തിന്നും കേട്ടോ. പശു തിന്നുകയും ചെയ്യും. വെട്ടിയെടുക്കാൻ എളുപ്പമാണ്. ഇത് തിന്നു കഴിഞ്ഞാൽ നല്ല പാലും ഉണ്ട്. പാലുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാവോ, ഈ പള്ളയുടെ പേരെന്നാന്ന്? ഇതുകൂട്ട് പണ്ടൊരു തരം ഈ മാട്ടേക്കൂടെയൊക്കെ ഉണ്ടാകുന്ന ഒരു കാട്ടുചെടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് കദളിയെന്നും അങ്ങാണ്ടായിരുന്നു. ഇതുപോലെ തന്നെ അതിൻ്റെ പൂവ്, ഇല, കായൊക്കെ. പക്ഷേ അതൊരു കുറ്റിച്ചെടിയാണ്. ഇതിപ്പോൾ വള്ളിച്ചെടിയായിട്ടാണ് നിലത്തൂടെ കിടക്കുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ പൂക്കൾക്ക് കാണാൻ. ഇത് ഓണക്കാലത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത്തപ്പൂക്കളമൊക്കെ ഇടാൻ കൊള്ളായിരുന്നു. ഇതിപ്പം ഓണം കഴിഞ്ഞപ്പോഴേ ഇതെല്ലാം ഉണ്ടായത്. പൂവെല്ലാം ഉണ്ടായത് ഇപ്പോഴാണ്. ഇതിനകത്തൂടെ നടക്കണേ തന്നെ നമുക്ക് പേടിയാവും. അതുപോലെയുണ്ട്. അയ്യോ, മുഴുവൻ കോലൊക്കെ ആട്ടോ. ഇതിലൊക്കെ ചവിട്ടിയാൽ തെന്നി വീഴും. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഒന്ന് വീണായിരുന്നു. ഇവിടെ കണ്ട ഒരു വാഴയുടെ തട ചീഞ്ഞ് കിടക്കുന്നത്. ആ തടയിലോട്ട് വന്ന് അങ്ങ് ചവിട്ടുകയും തെന്നി അങ്ങ് വീണു. പുറകോട്ട് 2 കൈയും കുത്തി അങ്ങ് വീണത്. ചാണകമാണെന്ന് ആദ്യം വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊരു വാഴത്തടയായിരുന്നെന്ന്. അങ്ങനെ ഓരോ അബദ്ധങ്ങൾ നമ്മൾ ഈ പറമ്പിൽ കൂടെ നടക്കുമ്പോൾ പറ്റാറുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യോ കാലോ ഒക്കെ ഒടിയുകയും ചെയ്യും. നടി എൻ്റെ കയ്യും കൂടെ ഇപ്പോൾ വായിക്കേറ്റ് ആണ്ടെ. വിരലും കൂടി ഇപ്പോൾ തിന്നേനല്ലോടി. അതൊക്കെ തിന്നെ നല്ല പുല്ലുണ്ടല്ലോ. ചെറുതണം ഉണ്ട്, പുല്ലും ഉണ്ട് കേട്ടോ. കാല ചെറുതണം തൊട്ടേ നന്നായിട്ട് ചൊറിയുന്നുണ്ട് കാല്.
ഇവളുടെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഇവളുടെ വയർ എത്ര പള്ളയുള്ള പുല്ലുള്ള സ്ഥലത്ത് കൊണ്ട് കെട്ടിയാലും നിറയില്ല എന്നുള്ളതാണ് ഇവളുടെ ഒരു പ്രത്യേകത. അതിനെന്ന് ചോദിച്ചാൽ തിന്നും ചാണകം ഇടും. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമാണ്. വയറ് നിറഞ്ഞ് വരത്തേയില്ല ഒരിക്കലും. പിന്നെ വെള്ളം കുടിച്ച് കഴിയുമ്പം വയറ് നിറയും. അല്ല തീറ്റ തിന്ന് വയറ് നിറയ്ക്കുന്ന ഒരു സ്വഭാവമേ ഇല്ല. ഇവിടെ തിന്ന് തീർത്തിട്ട് വേണേൽ മാറ്റിക്കെട്ടാം. നമ്മുടെ ക്യാമറാമാൻ ടൂർ പോയേക്കോ കേട്ടോ, മാളു. അല്ലെങ്കിൽ ഓരോ വീഡിയോ ഒക്കെ ഇടയ്ക്ക് എടുത്ത് തരുന്നതാണ്. നല്ല സ്വഭാവമായിരിക്കണമെന്നേ ഉള്ളൂ. കുറേ പ്രാവശ്യം നടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്തു തരും. അങ്ങനെ 2-3-4 വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് നമുക്ക്. മൈസൂർ ഊട്ടിയാണ് ടൂർ പോയേക്കുന്നത്. ഇന്നലെ പോയതാണ്. ഇന്നലെ വ്യാഴാഴ്ച പോയി. ഞായറാഴ്ച ഉച്ചയോടെ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല. ഞാൻ നാളെ കെട്ടേണ്ട പറമ്പ് ഏതാണെന്ന് ഇന്നേ നോക്കി വെക്കും. ഇന്ന് തിന്ന് ഇവിടെ എല്ലാം ക്ലിയറാക്കി കഴിയുമ്പം വേറെ നമ്മൾ പള്ളയുള്ളിടം കണ്ടുപിടിച്ച് വെക്കും. അപ്പം നാളെ കൊണ്ടേ അവിടെ കിട്ടും. അങ്ങനെയാണ്. മണിക്കുട്ടനെ നമ്മൾ ദൂരോട്ടൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ. ഇവിടെയൊക്കെ തന്നെ അങ്ങ് കിട്ടും. അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോകാറില്ല. ഇനി അടുത്ത പ്രദേശത്തൊക്കെ അങ്ങ് കെട്ടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവൻ അവിടെ കിടന്ന് ഭയങ്കര കാർച്ചയായിരിക്കും. അവിടെയൊക്കെ തിന്നടാ. ആ പുല്ലൊക്കെ തിന്നെ, നല്ല പുല്ലല്ലേ. നമ്മുടെ പോതയൊക്കെ അടുത്ത വെട്ടിന് പരുവായിട്ടുണ്ട് കേട്ടോ. ഈയിടെയൊന്ന് വെട്ടിയതായിരുന്നു. പിന്നെ അടുത്ത വെട്ടിനുള്ള പാകമായി വരുന്നുണ്ട്. ചുവന്ന പോത കുറച്ചുണ്ട്, പച്ചപ്പോതയുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര ഇടിയൊക്കെ ആയിരുന്നു. ഇടിയും മഴയും. നമുക്കപ്പോൾ പുല്ലി എത്താനായിട്ട് പറ്റാതെ വരുമ്പം പെട്ടെന്നൊന്ന് പശുവിന് ചെത്തി കൊടുക്കണമെങ്കിൽ ഒന്ന് നിർത്തിയേക്കുക, പോതയില്ല. ഈ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഉണ്ട്. ആദ്യം ഇവിടെ പോതയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ കൈതയും വെച്ച് റബ്ബറും ആക്കിയത്. അന്നേരം ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കുന്ന പോത മാത്രം കളയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് കളയാതെ അവർ ഇവിടെ കൈത അങ്ങ് വെച്ചു. പുല്ലിനൊന്നും നമുക്ക് ക്ഷാമമൊന്നുമില്ല. പശുവിനെ ആണെങ്കിലും നമുക്ക് ഏത് പറമ്പിൽ കൊണ്ട് വേണേലും കെട്ടാം. എല്ലാവരും പറയും ഇവിടെ കൊണ്ടുവന്ന് കെട്ട്, പറമ്പ് നന്നായി കിടക്കുമല്ലോ എന്നൊക്കെ പറയുന്നേരം നമ്മൾ അവിടെ കൊണ്ട് കെട്ടി കൊടുക്കാറുണ്ട്. ചീര തിന്നുന്നുണ്ടോ മണിക്കുട്ടൻ? ചീര, പനച്ചി എന്നാ വേണേലും തിന്നോളും. നേരത്തെ ഒന്നും തിന്നിയല്ലായിരുന്നു, ഇപ്പോൾ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ കുഞ്ഞേ, വലിയ ഗൗരവക്കാരനാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറേ നാളായിട്ട് പശുവിനെ ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും തിരക്കുന്നുണ്ടായിരുന്നു പശു കിടാവും ഒക്കെ എവിടെയാണ്, എന്തെടുക്കുന്നു എന്നൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇന്നിട്ടത്. അപ്പോൾ എല്ലാവർക്കും ബൈ.